നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അവിടെ നമുക്ക് വർഗീയവാദികളെ മുട്ടുകുത്തിക്കണം, ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചു. നിങ്ങൾക്കറിയാം, നവകേരള സദസ് എന്നുള്ളത് ഒരു ആർഭാട നാടകമായിരുന്നു. ആ സദസ്സിൽ ഭാഗമായി കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ എത്ര കുട്ടികളെ അവർ തല്ലിച്ചതച്ചു. പെൺകുട്ടികളെ മുടിയിൽ ചവിട്ടി നിന്നു, അവരുടെ കൈ തല്ലിയൊടിച്ചു, അവരുടെ കഴുത്തിന് ലാത്തിയടിയേറ്റു, അവരുടെ മൂക്കിന്റെ പാലം ഒടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വേദിയിലിരിക്കുന്നു. വെളുപ്പാങ്കാലത്ത് വന്നാണ് പിണറായി വിജയന്റെ പോലീസ് ഒരു കൊലപ്പുള്ളിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. 3 യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സർജറി നടത്തി. നിരവധി പേർ ജയിലുകളിലായി, നിരവധി പേർ ആശുപത്രികളിലായി. നമുക്കിവരെ വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, വാക്കു പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ഒറ്റ ഒരുത്തിനെയും നമ്മൾ വെറുതെ വിടില്ല. നമ്മൾ പകരം ചോദിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് മതി നമുക്ക് അധികാരമല്ല. അധികാരത്തെക്കാൾ നമുക്ക് പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോര ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരുത്തിനെയും വിടാതെ നമ്മൾ പുറകെ ഉണ്ടാകും. ഈ ധിക്കാരികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവർക്ക് അവർക്ക് താക്കീത് നൽകാൻ കൂടിയുള്ള അവസരമായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഇതൊരു മഹായുദ്ധമാണ്. നമ്മൾ ആ യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോൾ വീറുറ്റ പോരാളികളെ പോലെ നിങ്ങൾ പോരാടണം, ഒറ്റക്കെട്ടായി നിന്ന്. നിങ്ങളുടെ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയപതാകയുമായി മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയുന്നു. ഇന്ന് മുതൽ വിശ്രമമില്ലാതെ പത്തനംതിട്ട ജില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ കോട്ടയാണ് എന്ന് നമ്മൾ തെളിയിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അടുത്ത പ്രാവശ്യം ഈ ജില്ലയിലെ 5 അസംബ്ലി സീറ്റും നമുക്ക് ജയിക്കാൻ കഴിയും. 5 നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 നിയമസഭാ മണ്ഡലങ്ങളും തിരിച്ച് UDFിലേക്ക്, കോൺഗ്രസിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നമ്മൾ ആരംഭിക്കും. അതിനെ നമുക്ക് ആവേശം നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളാകണം. എല്ലായിടത്തും വീടുകളിൽ പോയി നിങ്ങൾ കാര്യങ്ങൾ പറയണം, വീട്ടമ്മമാരോട് സംസാരിക്കണം. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമ്മൾ നെഞ്ചേറ്റ് വിളിച്ചിരിക്കുന്ന ഈ മൂവർണ്ണ പതാക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആകാശത്ത് പാറിപ്പറക്കുന്ന വർണ്ണാഭമായ ദൃശ്യം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം എന്ന് മാത്രം വിനയപുരസ്സരം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.